ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഗോവ ഓൺ വീൽസ്. അപ്പൊ കുറെ നാളുകൾക്ക് ശേഷമാണല്ലോ ഇപ്പം ഞങ്ങളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത്ര ദിവസം എവിടെ പോയിക്കായിരുന്നു എന്ന്. അപ്പോൾ എവിടെ പോയതല്ല കേട്ടോ, കുറച്ച് ബിസി ആയിരുന്നു വർക്കിന്റെ ഇടയിൽ. ആർക്കൊന്നും ബിസി ആയിപ്പോയി, വീഡിയോസ് എടുക്കാനൊന്നും സമയം കിട്ടിയില്ല. ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് പോണ്ടയിലുള്ള സ്ഥലത്തിൻ്റെ പേരെന്തിട്ടാണ്? സഹാക്ക ഫാമിലാണ്. അതൊരു സ്പൈസ് ഫാമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കയറി നോക്കാം കേട്ടോ എങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഗോവയിൽ വരുമ്പോൾ ബീച്ചസ് മാത്രമായിട്ട് പോകാണ്ട് ഇതേപോലെയുള്ള ഇവിടെ കുറേ ഫാമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ വരണം. അപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് അറിയത്തില്ല. ഞങ്ങൾ ഈ വന്നിരിക്കുന്നത് സൗത്ത് ഗോവയിൽ പോണ്ട എന്ന് പറയുന്ന സ്ഥലത്തുള്ള സഹാകാരി ഫാമിലാണ്. ഇത് നല്ലൊരു ഫാമാണ് കേട്ടോ, നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും ഈ ഫാമിനെ പറ്റിയൊക്കെ. അപ്പൊ ഇവിടുന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കണം. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. പെർ പേഴ്സൺ 500 റുപ്പീസ് ആണ് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ എൻട്രി ഫീസ് വരുന്നത് പെർ പേഴ്സൺ 500 റുപ്പീസാണ്. അപ്പോൾ ഞങ്ങൾക്ക് 2 കൂടി 1000 റുപ്പീസാണ് ആയത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ബൊഫെ ലഞ്ചും കൂടി ഉണ്ടെന്നാണ് പറയുന്നത്. അതും കൂടി ഇൻക്ലൂഡഡ് ആണ്. നമുക്ക് നോക്കാം എങ്ങനെയൊക്കെ ഉണ്ട്. നാച്ചുറൽ ബ്യൂട്ടിയാ, നാച്ചുറൽ ഇറ്റ്സ് ബിയോണ്ട് ബീച്ചസ്. അതാണ് എനിക്ക് പറയാം. അപ്പോൾ നിങ്ങളെല്ലാം ഫാം ഹൗസിലും ഓരോ ദിവസം ഇത് ചെയ്യണം, ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. അതാണ് എനിക്ക് പറയാം. അപ്പൊ ഈ ഗോവയില് ബീച്ചസ് ഒക്കെ കണ്ട് മതിയായിട്ടുള്ള ആളുകൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഇതേപോലെ കുറെ ഫാം ഉണ്ട് കേട്ടോ. ഇത് പോണ്ടയിൽ വരുന്ന ഒരു സ്പൈസ് ഫാം ആണ്. ഇതേപോലെ വേറെ കുറെ ഫാംസ് ഒക്കെ ഉണ്ട്. ഈ സമ്മർ സീസണിലും മൺസൂൺ സീസണിലൊക്കെ ഗോവയിൽ വരുന്ന ആളുകൾക്ക് ഇതേപോലുള്ള സ്പൈസ് ഫാം എന്തായാലും അവരുടെ ബക്കറ്റ് ലിസ്റ്റിൽ വെക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ഞാനും പൊതുവെ ഇങ്ങനെ ചൂട് കാലത്തൊന്നും അധികം പുറത്തോട്ടൊക്കെ ഇറങ്ങാനായിട്ട് കുറച്ച് മടിയുള്ള ആളാണ്. കാരണം നന്നായിട്ട് നമ്മൾ ടയേർഡ് ആവും. പക്ഷെ ഇപ്പൊ ഇവിടെ വന്നിട്ട് എനിക്ക് ആകെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല എന്താ പറയാ, കൂൾ എൻവിറോൺമെന്റ് ആയിരുന്നു. കണ്ടോ ഇവിടെ എത്ര ടൂറിസ്റ്റിനെ വേണമെങ്കിലും അക്കോമഡേറ്റ് ചെയ്യും കേട്ടോ. അത്രയ്ക്ക് നന്നായിട്ട് ഇവിടെ കണ്ടോ സ്പേസ് ഉണ്ട്. അങ്ങോട്ട് കുറേ ഉണ്ട് അതങ്ങോട്ട്. അപ്പോൾ നമ്മൾ പീക്ക് ടൈമിലൊക്കെയാണ് വന്നെങ്കിൽ നിറയെ ആൾക്കാരായിരിക്കും. ഇതിപ്പോൾ പീക്ക് ടൈം അല്ലാത്തത് കൊണ്ടാണ് അത്രയ്ക്ക് ആൾക്കാരൊന്നും ഇല്ലാത്തത്. അപ്പൊ ഗോവയുടെ ട്രഡീഷണൽ ഡ്രസ്സിംഗ് ഒക്കെ ചെയ്തിട്ട് സാരിയൊക്കെ ഉടുത്തിട്ട് നല്ല മുല്ലപ്പൂവൊക്കെ വെച്ചിട്ട് തലയിലെ പൂവൊക്കെ വെച്ചിട്ട് ഒരു ആന്റിയാണ് നമ്മളെ വെൽക്കം ചെയ്തത്. നമുക്ക് ഒരു പൂക്കൾ കൊണ്ടൊക്കെ ഇങ്ങനെ എറിഞ്ഞിട്ട് കണ്ട എന്റെ മുടിയിലൊക്കെ നിറച്ച് പൂക്കളാണ്. അപ്പൊ അവിടുന്ന് ഞങ്ങളോട് നേരെ ഈ കൂടയിലോട്ടാണ് കയറാൻ പറഞ്ഞത്. ഇവിടെ നമുക്ക് അവര് എന്തൊക്കെയോ വെൽക്കം ഡ്രിങ്ക് ഒക്കെ തരും. വെൽക്കം ഡ്രിങ്ക് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ കഷായം എന്നൊക്കെ പറയുന്ന പോലത്തെ, അല്ലെങ്കിൽ ലെമൺ ടീ, ഗ്രീൻ ടീ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ടീ ആണ് തന്നത്. ആ ടീയിൽ അവര് നമ്മുടെ ജിഞ്ചറും പിന്നെ ഇവിടുത്തെ എന്തോ ഒരു സ്പെഷ്യൽ ഗ്രാസും ആണ് ആഡ് ചെയ്തേക്കുന്നത്. ആ ഗ്രാസ് എന്തോ ഹെൽത്തി ഗ്രാസ് ആണ്, അതാണ് ആഡ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ ഉള്ളിലെ സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇവരൊക്കെ ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്, ആ യൂണിഫോം ഇട്ടിട്ടുള്ള ആളുകൾ. കുറെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വർക്കേഴ്സ് ആയിട്ട്. കാരണം ഇത് വലിയ 132 acres ഉള്ള ഫാമാണ്. അപ്പൊ അത്രയും ആളുകളൊക്കെ ഉണ്ടായിരുന്നു. കാരണം എന്റെ തലയിലൊക്കെ നിറച്ച് പോവായിരുന്നു. അപ്പൊ ഞാനതൊക്കെ എടുത്ത് കളയാം കേട്ടോ. ഹായ്, ഇതൊരു വെൽക്കം ഡ്രിങ്ക് ആണ്. ഇതൊരു സ്പെഷ്യൽ ഡ്രിങ്ക് ആണ്, നാച്ചുറൽ, മെയ്ഡ് ഓഫ് ലെമൺ ആൻഡ് ഗ്രാസ്. സ്പെഷ്യൽ ഗ്രാസ് ആണ്. ഇത് കുടിച്ചാൽ കൂൾ ഫീവർ ഒന്നും ഉണ്ടാവില്ല. അതാണ് അപ്പോൾ ഇവിടുത്തെ നാച്ചുറൽ ക്ലൈമറ്റ് പറ്റുക. ടേസ്റ്റ് ഒന്നുമില്ല, പക്ഷേ ഇറ്റ്സ് ഗുഡ്. അപ്പം ഞങ്ങൾ നമ്മുടെ ഗൈഡ് കൊണ്ടുപോകണ്ട. അപ്പോൾ ഓരോരോ കാര്യങ്ങളും ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ളതൊക്കെ പറഞ്ഞു തരും. നേരത്തെ ഒരു മരം കാണിച്ചു. അപ്പോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫാമിൽ വരുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ബഫേ ലഞ്ചാണ് നമ്മളുടെ ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴേക്ക് എത്തിയാൽ മതിയാവും. എന്നിട്ട് അവര് ആ ലഞ്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളെ കൊണ്ട് ഇതേപോലെ ഗൈഡ് ചെയ്യും, അവരുടെ ഫാമൊക്കെ ചുറ്റി കാണിക്കും. ഞങ്ങൾ നേരത്തെ വന്നു, 11 മണിയൊക്കെ ആയപ്പോഴേക്കും വന്നു. അതുകൊണ്ട് ഞങ്ങൾ ആദ്യമേ തന്നെ ഫാമൊക്കെ ചുറ്റി കാണിക്കുകയായിരുന്നു. ഈ പെണ്ണാണ് ഞങ്ങളെ ഗൈഡ് ചെയ്തത്. നല്ലൊരു ഇതായിരുന്നു കേട്ടോ. നന്നായിട്ട് അവള് പറഞ്ഞു തന്നു എല്ലാ കാര്യങ്ങളൊക്കെ. അപ്പൊ ഞങ്ങളിപ്പോ ഈ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇല നമ്മളെ കൊണ്ട് മണക്കാൻ പറഞ്ഞിട്ട് അത് ഏത് സ്പൈസ് ആണത് കണ്ടുപിടിക്കാൻ പറയായിരുന്നു. Now tell me, whenever you're going to market, जब मार्केट में जाते कभी नोटिस की दो कलर में लौंग आती, कौन सी देखिए? ब्राउन. यस, एक ब्राउन एंड ब्लैक. घर में कौन सी? ब्लैक है. ओके, मोस्टली मार्केट में ब्लैक मिलते हैं. लेकिन नेक्स्ट टाइम मार्केट में जाते वक्त ब्राउन मिली ना, तो सबसे पहले आप वो उठा लेना. लौंग फूल की कली होती है, फ्लावर बर्ड, उस पर फूल खिलने से पहले निकालते हैं. पहले कलर ग्रीन, ड्राई करने के बाद बनती है ब्राउन, एंड जो मार्केट में आती है ब्लैक कलर की, उनका जो तेल है वो निकाल चुके होते हैं. तेल नाम की चीज़ इसमें 1% भी नहीं होती. हम पूरा वेस्ट प्रोडक्ट की तरह यूज़ करते हैं. इसलिए जो आजकल हम लौंग यूज़ कर रहे दांतों के दर्द के लिए असर नहीं कर रहा है, इसमें तेल नहीं है. और इनकी जो पत्तियों से तेल निकलता है मच्छरों के लिए यूज़ करते हैं, मॉस्किटो रिपेलेंट है. अभी इस सीज़न में लौंग और इलायची, क्लव एंड कार्डमम, यू वोंट गेट इट.
ऑलरेडी सीज़न होके गया है, नेक्स्ट सीज़न सितंबर में स्टार्ट होने वाला है। सितंबर टिल नवंबर दिसंबर लौंग इलायची दोनों मसाले मिल जाएंगे। एंड यहाँ पर जब प्लांट पर मिर्च देख रहे हो, छोटी छोटी मिर्ची, दैट्स ए पेरी पेरी चिली, जो आपको पेरी पेरी सॉस मार्केट में आ रहा है, दैट वन। तो ये जो चिली है 2800 गुना ज़्यादा तीखी होती है नॉर्मल मिर्च से। ये एक मिर्च पूरे घर का खाना बना सकती है। गोवा में इसे पोर्तुगाल चिली के नाम से जानते हैं, क्योंकि उन्होंने पहले लाई थी। ओरिजिनली ये चिली मोजाम्बिक है, साउथ अफ्रीका। साइज़ इतनी है, लास्ट साइज़ है, उससे ऊपर नहीं बढ़ेगी। जो भी रेडी होती है, जो भी पकने लगती है तो रेड बन जाती है, तभी उस टाइम उसे निकाल देते हैं। अभी आप एक टेस्ट करोगे, खाओगे। അപ്പൊ ഇവരുടെ ഈ 132 ഏക്കേഴ്സിൽ ഇല്ലാത്ത ഫാം സ്പൈസസ് ഇല്ല കേട്ടോ. നിറയെ ഫുൾ എല്ലാവിധ സ്പൈസസ് ഉണ്ട് കേട്ടോ. ലൈക്ക് കൊക്കോസ്, പിന്നെ നമ്മളുടെ വാനില, കാരമം, ക്ലോസ്, മറ്റേ എന്തൊക്കെയാ പിന്നെ കുറെ ഉണ്ടല്ലോ, ബിരിയാണിയിലൊക്കെ ഇടുന്ന എല്ലാ സ്പൈസസും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ അടിപൊളിയായിരുന്നു കേട്ടോ. അവിടെ എന്താ പറയാ, അവരുടെ തന്നെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ കൊണ്ടാണ്, അവിടെ തന്നെ ഉണ്ടാക്കുന്ന സ്പൈസസ് കൊണ്ടാണ് അവര് നമുക്ക് ഭക്ഷണവും പാചകം ചെയ്ത് തരുന്നത്. അപ്പൊ അതിനൊക്കെ ഒരു പ്രത്യേകതരം ടേസ്റ്റ് ആയിരിക്കും. ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഇത് പറയുന്നത്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അവരുടെ ഫുഡൊക്കെ. വർത്ത് ഇറ്റ് ആയിരുന്നു. 500 റുപ്പീസ് എന്തായാലും വർത്ത് ആയിരുന്നു കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ഇവിടെയുള്ള വാനിലയുടെ ചെടിയാണ് കേട്ടോ അവര് കാണിച്ചു തരുന്നത്. ആ പടർന്ന് കറിയിക്കുന്നതാണ് കേട്ടോ വാനില. 1% भी प्योर वनीला ऐड नहीं करते। 50% प्योर वनीला परफ्यूम में चला जाता है। 30% हम जो कोक एंड कोला पीते हैं उसमें एक फॉस्फर नाम का केमिकल होता है, उनकी स्मेल हटाने के लिए वह वनीला यूज़ करते हैं। एंड बचा और 20% का फेमस है लोकल ड्रिंक, देसी दारू जो काजू के फ्रूट से बनती है। तो पुराने ज़माने में काजू के फ्रूट को नीचे ज़मीन पर रखते थे एंड देन पैरों से कुचलकर जूस निकालते थे, जिससे वाइन वगैरह बनाते। लेकिन अभी मशीन से आ चुकी है, जो सामने वाली फर्स्ट मशीन देख रहे हो, इस मशीन से जूस निकालते हैं। और बाद में അപ്പൊ ഞങ്ങൾ ഈ ഫാമിൽ വരുമ്പോ ഒരു കാര്യം എന്തായാലും കാണണം, വീഡിയോ ചെയ്യണം എന്ന് ഉദ്ദേശിച്ചിരുന്നത് ഫെനി ഉണ്ടാക്കുന്നതായിരുന്നു. പക്ഷേ ഫെനി ഇപ്പൊ ഞങ്ങൾ വന്ന ടൈമിൽ അവർ ഉണ്ടാക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അത് മാത്രല്ല, ഇത് നാച്ചുറൽ ഫെനി മേക്കിംഗ് അല്ല. അവര് പണ്ട് കാലത്ത് ഉണ്ടാക്കിയിരുന്നത് കാലം കൊണ്ടൊക്കെ നമ്മൾ മുന്തിരി വയനൊക്കെ ഉണ്ടാക്കുന്നില്ല, ആ ഒരു ഏർപ്പാട് തന്നെയായിരുന്നു. ഇപ്പൊ അതിന് മെഷീൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ മെഷീനിൽ തന്നെ ഉണ്ടാക്കുന്നത്. അപ്പൊ ഞങ്ങള് ഫെനിയുടെ വീഡിയോ ഞങ്ങൾ എപ്പോഴെങ്കിലൊക്കെ ഇനി എടുക്കാം. കാരണം ഞങ്ങൾക്ക് എന്തായാലും അത് പോയി കാണണമെന്നുണ്ട്. അത് ഉണ്ടാക്കണതൊക്കെ അങ്ങനത്തെ ഉണ്ട് കുറെയൊക്കെ. അത് ഉൾക്കാട്ടിലോട്ടൊക്കെ ആയിട്ടാണ് അതിന്റെ ആ കശുമാവിന്റെ ഒക്കെ തോട്ടമൊക്കെ ഇല്ലേ, അവിടെ തന്നെയാണ് ഇവര് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ പോവാനുള്ള അധികം പെർമിറ്റ് ഒന്നും പെട്ടെന്ന് കിട്ടാൻ ചാൻസ് ഇല്ല. പെർമിറ്റ് മീൻസ് അവരോടൊക്കെ ചോദിക്കണമല്ലോ. അപ്പൊ അങ്ങനത്തെ ഉള്ള ആളുകളൊന്നും നമ്മളുടെ ഇപ്പോഴത്തെ ലിസ്റ്റിൽ ഇല്ല, നമ്മുടെ കോണ്ടാക്ട് ലിസ്റ്റിൽ. അങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ അറിയത്തില്ല. ഞങ്ങൾ എന്തായാലും അത് കണ്ടുപിടിച്ചിട്ട് എന്തായാലും വീഡിയോ എടുക്കും കേട്ടോ, ഫെനി ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ. देखना ही है, मुझे बता दीजिएगा, मैं आपको उतनी क्वांटिटी दे दूंगी। एंड नाउ यहाँ पर ये जैक फ्रूट के साइड में जो पेड़ देख रहे हो, दिस वन ऊपर देखिए रेड फ्रूट्स है यहाँ पर, दैट्स योर कोकम। कोकम के बारे में सुना है? जैसे आप टैमरिन यूज करते हैं, गोवा महाराष्ट्र उस साइड में कोकम यूज करते हैं। അപ്പോ ആ പ്ലാവില് ഒരു ചെടി പടർന്നിട്ടുണ്ട്. ആ ചെടിയിൽ ഒരു കായ ഉണ്ടായിരുന്നു, റെഡ് കളർ. ഞാൻ വീഡിയോ എടുത്തപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായിട്ടുണ്ടെന്നും അറിയത്തില്ല. അതാണ് ഇവിടുത്തെ കൊക്കം എന്ന് പറയുന്ന കായ. നമ്മളുടെ ടാമറിൻറ്റിക് ഇല്ലേ, അതിന്റെ പുളിയുടെ ഒക്കെ ഒരു വെറൈറ്റി ആണ്. അപ്പൊ നിങ്ങൾ ഗോവയിൽ വന്നിട്ടുള്ള ആളുകൾ എന്തായാലും ഇവിടുത്തെ ഫിഷ് താലി കഴിച്ചിട്ടുണ്ടാവും. ആ ഫിഷ് താലിയുടെ കൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു റെഡ് കളറിലൊരു ഡ്രിങ്ക് ഇല്ലേ ലാസ്റ്റ് കുടിക്കാനായിട്ട്, അതാണ്. അപ്പോൾ നിങ്ങളതൊക്കെ കുടിച്ചിട്ടുണ്ടാവും. ഇവിടുത്തെ ഫിഷ് താലി കഴിച്ചിട്ടുള്ള ആളുകളൊക്കെ ആ ഒരു ഡ്രിങ്കും കഴിച്ചിട്ടുണ്ടാവും. നമ്മുടെ താലിയിൽ തന്നെ, ആ ഫിഷ് താലി തന്നെ ഉള്ളതാണത്. അപ്പൊ ആ റെഡ് കളറിലെ ഡ്രിങ്ക് എന്ന് പറയുന്നത് അതൊരു പുളിയൊക്കെ ഉള്ള ഒരു സംഭവമാണ്. അത് നമ്മള് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് രസം കുടിക്കില്ലേ നാട്ടിലേക്ക്, ദഹിക്കാനൊക്കെ ആയിട്ട്, അതേപോലത്തെ ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ അത്. നല്ല ടേസ്റ്റ് ഒക്കെ ആയിട്ട് എനിക്ക് രസത്തിനേക്കാളൊക്കെ ഇഷ്ടമാണ് ഇവിടുത്തെ കൊക്കം ഡ്രിങ്ക്. അപ്പൊ ആ കായ ഉപയോഗിച്ചിട്ടാണ് ആ ഡ്രിങ്ക് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ സഹാകാരി ഫാമിന്റെ ബാക്കിയുള്ള വിശേഷങ്ങൾ ഞങ്ങളുടെ നെക്സ്റ്റ് പാർട്ട് 2 വീഡിയോയായിട്ട് ഞങ്ങൾ ഇടുന്നതാണ്. അപ്പോൾ ആ വീഡിയോ ആരും മിസ് ചെയ്യരുത്. ആ വീഡിയോയിലായിരിക്കും ഞങ്ങൾ ഇതിന്റെ ബാക്കിയുള്ള എല്ലാ വിശേഷങ്ങളും ഇടുന്നത്. അതായത് സഹാകാരി ഫാമിൽ ഞങ്ങൾക്ക് കിട്ടിയ അടിപൊളി ലഞ്ചിന്റെ വിശേഷങ്ങളൊക്കെ ആ വീഡിയോയിൽ ഉണ്ടാവും. അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, കമന്റ്, ഷെയർ ചെയ്യാം.